സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു വിധത്തിൽ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് ആരും അറിയാതെ രഹസ്യമായി സിദ്ധാർത്ഥനും കുടുംബവും പഴയ വീട്ടിലേക്ക് തന്നെ താമസം മാറ്റുന്നുണ്ട്. കാരണം പ്രഭാവതി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്കും ആ വീടിൻ്റെ പ്രശ്നവും മാത്രമല്ല, അവിടെ ഒരു ദുർമരണം സംഭവിച്ചിട്ടുണ്ടല്ലോ മീരയുടെ, അതിൻ്റെയൊക്കെ തുടരെയുള്ള പ്രശ്നമായിട്ടാണ് മനസ്സിനെ അലാഹപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി പ്രശ്നങ്ങളും വിഷമങ്ങളുമായിട്ട് കടന്നു പോകുന്ന ഒരു കുടുംബത്തിനോട് ഏതെങ്കിലും ഒരു തിരുമേനി ഇതുപോലെ വീടിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ കന്നിമൂലയുടെ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്ന ആ പ്രതിവിധി അതുപോലെ അനുസരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് പടിയിറങ്ങി പഴയ വീട്ടിലേക്ക് പോകുന്നെങ്കിലും അധികം ആരോടെയും പറയുന്നില്ല. വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുവാണ് സിദ്ധാർത്ഥനും അതുപോലെ കുടുംബവും. ഗിരീഷിനെ മാത്രം വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നു. മാത്രമല്ല, അതിനിടയ്ക്ക് നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിക്കാനും സുഹൃത്ത് ബന്ധങ്ങളും മറ്റ് ഫ്രണ്ട്സുമായിട്ടുള്ള കോണ്ടാക്റ്റ് നിർത്തിക്കാനും അദ്ദേഹം മറക്കുന്നില്ല. കാരണം ഇതിൻ്റെ പിന്നിലെ വാസ്തവം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം മതി മറ്റൊരു സഹായം. എന്തായാലും ഒരച്ഛന്, അമ്മ, ഭാര്യ എന്ന നിലയ്ക്ക് നന്ദൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അറിയുന്നതിന് മുമ്പിട്ട് നന്ദനുള്ള മാനസിക സപ്പോർട്ടായിരുന്നു കെവിനും ഇസബല്ലയും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അമ്മയും അച്ഛനും ഭാര്യയോളം വരത്തില്ലല്ലോ സുഹൃത്തുക്കളായാലും. എന്തായാലും തൽക്കാലം കൂട്ടുകെട്ടുകളും മറ്റൊന്നും വേണ്ട, രഹസ്യമായിട്ട് നിൽക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർ സ്വീകരിക്കുന്നത്. അതൊരു കണക്കിന് നല്ലതാണെന്നേ പറയാൻ പറ്റൂ. ഇസബല്ലയും കെവിനും കൂടെ നിന്ന് ചതിക്കുവാണെന്ന് ഇപ്പോഴും സിദ്ധാർത്ഥൻ സാറിനും പ്രഭാവതിക്കും അതുപോലെ നന്ദന് പോലും അറിയില്ല. എങ്കിൽ പോലും തൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിനോടൊന്നും വിരോധമില്ല സിദ്ധാർത്ഥന്. പിന്നെ ഏതൊരച്ഛനും തൻ്റെ മകനെ ഒരു നല്ല നിലയിൽ കാണണം, അല്ലെങ്കിൽ മകൻ ഇങ്ങനെ ഒരു കുറ്റവാളിയായി മാറണമെന്ന് ആഗ്രഹിക്കത്തില്ലല്ലോ. അതിൻ്റെ പേരിനുള്ള വിഷമങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. പ്രഭാവതിയെ സംബന്ധിച്ചാണെങ്കിൽ മകൻ ഈ ഒരു തെറ്റ് ചെയ്തു പോയെന്ന് പോലും മറ്റാരും അറിയാതെ രഹസ്യമാക്കി മകനെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഗിരീഷിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറ്. നടന്ന എല്ലാ കാര്യങ്ങളും, ഋഷിയുടെ കാര്യങ്ങളും, ഏത് സാഹചര്യത്തിലാണ് നന്ദൻ ഋഷിയെ കൊലപ്പെടുത്തിയെന്ന്, ഈ ആത്മാവിൻ്റെ ശല്യം എന്നൊക്കെ പറഞ്ഞ് നന്ദൻ പേടിച്ച് വരച്ചതൊക്കെ വെറുതെ ഒന്നും അല്ല. ഋഷിയെ കൊന്നു എന്നുള്ള ഒരു കുറ്റബോധം പേറി നിന്ന സമയത്ത് തോന്നിപ്പിച്ച ഒരു വെറും തോന്നലാണെന്നും ഒക്കെ തുറന്നു പറയുമ്പോഴത്തേക്കും ഗിരീഷും ആദ്യം ഞെട്ടുന്നുണ്ട്. ദേവിക ഇവിടേക്ക് വന്നതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നെങ്കിലും നല്ല സങ്കടമുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അതിനുള്ള മറുപടി മാത്രമേ പറയുന്നുള്ളായിരുന്നു. ദേവികയുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ഒന്നും തുറന്നു പറഞ്ഞില്ല. ഇത്രയും വലിയൊരു കാര്യം നടന്നു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അബദ്ധം പറ്റിയതാണെങ്കിലും ഒരാളെ കൊല്ലാനൊക്കെ നന്ദനാകുമോ? ഇനി എന്ത് ചെയ്യാനാ സാറിൻ്റെ പ്ലാൻ? ഒന്നും അറിയില്ല ഗിരീഷേ. എന്ത് വേണം, ഇനി എന്ത് ചെയ്യണം, ഒന്നും അറിയില്ല. അതേസമയം ദേവികയാണെങ്കിൽ ശാരികയോട് നന്ദൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. തൽക്കാലം അമ്മയോടും അച്ഛനോടും ഒന്നും ദേവികയും ശാരികയും ഒന്നും തുറന്നു പറയുന്നില്ല. അച്ഛനെ ആക്രമിച്ച നന്ദേട്ടനോട് തീരാത്ത വിരോധമായിരുന്നു ശാരികയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ സത്യങ്ങളെല്ലാം ദേവിക വന്ന് പറഞ്ഞതിന് ശേഷം വിരോധമില്ലെന്ന് മാത്രമല്ല, ഇനി ആരും അതിൻ്റെ പേരിൽ നന്ദേട്ടനെ ശല്യം ചെയ്യാൻ പോണ്ട, ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ള വാസ്തവം തിരിച്ചറിയുന്നുണ്ട് പുള്ളിക്കാരിയും. ഇനി എന്ത് ചെയ്യാനാ ചേച്ചിയുടെ ഉദ്ദേശം? ഞാൻ ചില കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് ശാരികയെ, അതുപോലെ ചെയ്യാനാ എൻ്റെ ഉദ്ദേശം. എന്തായാലും നന്ദു ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് കണ്ടില്ലെന്ന് വെച്ച് വെറുതെ വിടാനൊന്നും പറ്റില്ല. നിയമത്തിൻ്റെ വഴി പോകട്ടെ എന്ന് തന്നെ ഞാനും കരുതുന്നേ എന്ന് പറയുമ്പം അത് ചേച്ചിയുടെ MLA സ്ഥാനത്തിനും കുടുംബജീവിതത്തിനും ഒക്കെ ബാധിക്കില്ലേ ചേച്ചി? അത് വേണോ? വേണം. എൻ്റെ ഭാവിയെ പറ്റിയൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അരുന്ധതി മേഡത്തിൻ്റെ ആകെയുള്ളൊരു മകനായിരുന്നു. അവർ ജീവിക്കുന്നത് തന്നെ ആ മകന് വേണ്ടിയിട്ടാണ്. അവരോട് ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാതെ നന്ദുവിനൊരു സമാധാനവും ഇനി ഈ ജീവിതത്തിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് ശാരികയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. അതേസമയം ഭാർഗവിയാണെങ്കിൽ ദേവികയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ദേവിക വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാർഗവി അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദന് പറ്റിയൊരു അബദ്ധമാണെന്നൊക്കെ പറഞ്ഞ് ദേവികയോട് ഭാർഗവി സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, ബന്ധം ഒഴിയണമെന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നും മോള് പിൻവാങ്ങണം. അബദ്ധം പറ്റിയതാണ് നന്ദൻ, അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയാം നന്ദനൊരു അബദ്ധം പറ്റിയതാണെന്ന്. ആദ്യം ഞാനും തെറ്റിദ്ധരിച്ചു. പിന്നെ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എന്തായാലും നന്ദമോനും കുടുംബവും ആ വീട് ചന്ദ്രത്ത് വീട്ടിൽ നിന്ന് താമസം മാറിയിട്ടുണ്ട്. ആ വീട് ഒരു ഐശ്വര്യം കെട്ട വീടായിട്ടാണ് മോളെ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ദുർമരണം സംഭവിച്ച വീടല്ലേ. മീരമോളുടെ ആത്മാവ് ഇപ്പോഴും നിങ്ങളെ ആരെയും സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മോള് വീണ്ടും നന്ദൻ്റെ ജീവിതത്തിലേക്ക് വരണം.
ആ പഴയ ദേവികയായിട്ട് നന്ദൻ്റെ ഭാര്യയായി വരണമെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് സങ്കടപ്പെട്ട് ഭാർഗവിയുടെ നെഞ്ചത്തേക്ക് ചാരി ദേവിക പൊട്ടിക്കരയുന്നുണ്ട്. അതേസമയം ബോധം തെളിഞ്ഞ മാധവൻ രാധികയോടും ശാരികയോടുമായിട്ടൊക്കെ സംസാരിക്കുന്നു. പാവം നന്ദനൊരു അബദ്ധം പറ്റിയതാ. അവൻ ഒരു നിഷ്കളങ്ക മനസ്സുള്ള ഒരാളായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളുകൾക്ക് പറ്റിക്കാൻ പറ്റും. സ്നേഹത്തോടെ ആരെന്ത് തന്നെ സംസാരിച്ചാലും അത് വിശ്വസിച്ച് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുന്നത് ഇന്നും ഇന്നലെയുള്ള പതിവല്ലല്ലോ. ആ പാവം ചെറുപ്പക്കാരനെ ആരോ പറ്റിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് രാധിക ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്.